Differentiability part 9. Derivatives of functions in parametric form. Derivatives of functions in parametric form. അതായത് നമ്മൾ ആദ്യം ചെയ്ത ഡെറിവേറ്റീവ്സിലെല്ലാം ഒന്നുകിൽ y ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നുള്ള ഫോമിലായിരുന്നു, അല്ലെങ്കിൽ എക്സും വൈയും വരുന്ന ടൈപ്പ് ഇക്വേഷൻസ് ആയിരുന്നു. അതായത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസിൽ നമ്മൾ എക്സ് പ്ലസ് സൈൻ എക്സ് വൈ ഈക്വൽ ടു കോസ് വൈ ആ ടൈപ്പിലുള്ള ഇക്വേഷൻസ്, എക്സും വൈയും വരുന്ന ഇക്വേഷൻസ് ആയിരുന്നു ഒന്നുകിൽ. അല്ലെങ്കിൽ എന്തായിരുന്നു, y ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എക്സ്, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ y ഈക്വൽ ടു സൈൻ എക്സ് സ്ക്വയർ, ആ ടൈപ്പിലുള്ള ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് ആണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സും വൈയും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻ ഇല്ല, എക്സ് പുതിയ ഒരു വേരിയബിളായ ടിയോട് റിലേറ്റ് ചെയ്യുന്നു, അതേപോലെ വൈയും ടി എന്ന് പറയുന്ന ഒരു വേരിയബിളിനോടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ്, അതാണ് ഈ ടൈപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡെറിവേറ്റീവ്സ് ഓഫ് ഫങ്ഷൻസ് ഇൻ പാരാമെട്രിക് ഫോമിൽ. അതായത് എ റിലേഷൻ എക്സ്പ്രസ്ഡ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ഇൻ ദി ഫോം എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി, വൈ ഈക്വൽ ടു ജി ഓഫ് ടി. എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, പുതിയ ഒരു വേരിയബിൾ ടി ഉപയോഗിച്ചുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പാരാമെട്രിക് ഫോം. ഇതിൽ ടി എന്ന് പറയുന്ന വേരിയബിളിനെയാണ് നമ്മൾ പാരാമീറ്റർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ടി കാണണം, അതായത് ഡി ബൈ ഡി ടി ഓഫ് എക്സ് കാണണം. അതേപോലെ ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ്, വിത്ത് റെസ്പെക്ട് ടു ടി ആണെങ്കിൽ ഡി വൈ ബൈ ഡി ടി. ഇത് കണ്ടതിന് ശേഷം ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി ചെയ്യണം, വെനെവർ ഡി എക്സ് ബൈ ഡി ടി നോട്ട് ഈക്വൽ ടു 0. ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാർട്ടാണ് ഇത് ഈ ചാപ്റ്ററിൽ, പാരാമെട്രിക് ഫോം എന്ന് പറയുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഇഫ് എക്സ് ഈക്വൽ ടു എ കോസ് തീറ്റ വൈ ഈക്വൽ ടു എ സൈൻ തീറ്റ. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എക്സും വൈയും കൂടാതെ വേറൊരു വേരിയബിൾ ആയ തീറ്റ കൂടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ ഫോം എന്ന് പറയുന്നത് എന്താണ്, പാരാമെട്രിക് ഫോമിലാണുള്ളത്. നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കാണേണ്ട ഇക്വേഷൻ എന്താണ്, ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ. നമ്മൾ നേരത്തെ പറഞ്ഞത് ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി എന്നാണ്. അതിൽ ടി ആയിരുന്നു, എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആയിരുന്നു, പക്ഷേ ഇതിൽ എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് തീറ്റ, വൈ ഈസ് ഓൾസോ എ ഫംഗ്ഷൻ ഓഫ് തീറ്റ. അതുകൊണ്ട് ഡി വൈ ബൈ ഡി ടി എന്നുള്ളത് എന്ത് എഴുതുക, ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ. ഇതിൽ നമുക്ക് ഓരോന്നും കാണേണ്ടതുണ്ട്. അതിന് ആദ്യം നമുക്ക് എക്സ് ഈക്വൽ ടു എ കോസ് തീറ്റ എന്ന് എഴുതാം. എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണണം വിത്ത് റെസ്പെക്ട് ടു തീറ്റ. അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ എന്നുള്ളത് എങ്ങനെ എഴുതും, ഡി ബൈ ഡി തീറ്റ ഓഫ് എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി തീറ്റ ഓഫ് എ കോസ് തീറ്റ. എ ഔട്ട്സൈഡ് എടുത്താൽ കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ്. കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ എന്ന് പറയുന്നത് എന്താ, മൈനസ് സൈൻ തീറ്റ. ഇത് തീറ്റയാണ്, ഇതും തീറ്റയാണ്, അതുകൊണ്ട് കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ എന്ന് എഴുതിയാൽ മതി. അതല്ലാതെ നമ്മൾ ഈ കേസിൽ, ചില കേസിൽ ഇത് താഴെ എക്സ് വന്നു മുകളിൽ വൈ വരുമ്പോഴാണ് എക്സിന് പകരം വന്നതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇതിൽ താഴെ വരുന്നത് തീറ്റയാണ്, അതായത് വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ്, ഇതും തീറ്റ തന്നെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ എന്ന് എഴുതിയാൽ മതി. അപ്പം മൈനസ് എ സൈൻ തീറ്റ എന്ന് കിട്ടും. ഇതുപോലെ വൈ ഈക്വൽ ടു എ സൈൻ തീറ്റ, അതിൻ്റെ ഡെറിവേറ്റീവ് കാണണം വിത്ത് റെസ്പെക്ട് ടു തീറ്റ. അപ്പോൾ വൈ ഈക്വൽ ടു എ സൈൻ തീറ്റ ഡി വൈ ബൈ ഡി തീറ്റ ഈക്വൽ ടു ഡി ബൈ ഡി തീറ്റ ഓഫ് എ സൈൻ തീറ്റ. എ ഔട്ട്സൈഡ് എടുത്താൽ ഡി ബൈ ഡി തീറ്റ ഓഫ് സൈൻ തീറ്റ. സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ എന്ന് പറയുന്നത് എന്താണ്, കോസ് തീറ്റ. ഇത് രണ്ടും കിട്ടി. ഇനി ഡി വൈ ബൈ ഡി എക്സ് ആണ് നമ്മൾ ക്വസ്റ്റ്യനിൽ ഉള്ളത്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ ഈക്വൽ ടു ഡി വൈ ബൈ ഡി തീറ്റ എ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ മൈനസ് എ സൈൻ തീറ്റ. എയും എയും ക്യാൻസൽ ചെയ്താൽ കോസ് തീറ്റ ബൈ മൈനസ് സൈൻ തീറ്റ. കോസ് തീറ്റ ബൈ സൈൻ തീറ്റ കോട്ട് തീറ്റയാണ്, മൈനസ് വന്നുകൊണ്ട് മൈനസ് കോട്ട് തീറ്റ. അടുത്ത ക്വസ്റ്റ്യൻ, find dy by dx
if x equal to a into theta plus sin theta, y equal to a into 1 minus cos theta. ഇതിൽ എക്സും വൈയും ഫംഗ്ഷൻ ഓഫ് തീറ്റയാണ്. അപ്പോൾ പാരാമെട്രിക് ഫോമിലാണുള്ളത്. ആദ്യത്തെ ഡെറിവേറ്റീവ് കാണാം വിത്ത് റെസ്പെക്ട് ടു തീറ്റ. എക്സ് ഈക്വൽ ടു എ ഇൻറ്റു തീറ്റ പ്ലസ് സൈൻ തീറ്റ. അപ്പോൾ ഡി എക്സ് ബൈ ഡി തീറ്റ എന്ത് വരും? ഡെറിവേറ്റീവ് ഓഫ് എ ഇൻറ്റു തീറ്റ പ്ലസ് സൈൻ തീറ്റ വിത്ത് റെസ്പെക്ട് ടു തീറ്റ. അതായത് ഡി ബൈ ഡി തീറ്റ ഓഫ് എ ഇൻറ്റു തീറ്റ പ്ലസ് സൈൻ തീറ്റ. എ ഔട്ട് സൈഡ് എടുത്താൽ എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഈക്വൽ ടു എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് തീറ്റ. എന്താണ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ? തീറ്റയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 അല്ലേ. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്. ഡി ബൈ ഡി വൈ ഓഫ് വൈ 1. ഡി ബൈ ഡി തീറ്റ ഓഫ് തീറ്റ എന്ന് പറയുന്നത് 1 ആണ്. ഇനി ഡെറിവേറ്റീവ് ഓഫ് സൈൻ തീറ്റ വിത്ത് റെസ്പെക്ട് ടു തീറ്റ എന്ന് പറയുന്നത് എന്ത് വരും? കോസ് തീറ്റ. therefore the derivative is a into 1 plus cos theta. Similarly y equal to a into 1 minus cos theta ആണ്. അപ്പോൾ dy by d theta എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് a into 1 minus cos theta. a ഔട്ട് സൈഡ് എടുത്താൽ a into ഡെറിവേറ്റീവ് ഓഫ് 1 minus cos theta. 1ന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ. അപ്പോൾ ഈ രണ്ട് മൈനസ് വന്നത് ഒരു മൈനസ് ഇതാണ് കോസ് തീറ്റയുടെ ഡെറിവേറ്റീവായ മൈനസ് സൈൻ തീറ്റ. അപ്പോൾ മൈനസ് മൈനസ് എന്നുള്ളത് എന്ത് വരും? പ്ലസ് 0 പ്ലസ് സൈൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റയാണ്. ഇൻറ്റു എ എന്ന് പറയുമ്പോൾ എ സൈൻ തീറ്റ. അപ്പോൾ ഡി എക്സ് ബൈ ഡി തീറ്റ എ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ, മറ്റത് എ സൈൻ തീറ്റ എന്ന് കിട്ടും. നമ്മൾ കാണേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് ആണ്. dy by dx equal to dy by d theta divided by dx by d theta equal to a sin theta by a into 1 plus cos theta. ഇനി ഇതിനെ നമുക്ക് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ഒരു റിസൾട്ടാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 സൈൻ തീറ്റ കോസ് തീറ്റയാണ്. ഇപ്പോൾ സൈൻ 2 തീറ്റ എന്നല്ല ഉള്ളത്, സൈൻ തീറ്റ എന്നാണ്. അപ്പോൾ സൈൻ 2 തീറ്റ 2 സൈൻ തീറ്റ കോസ് തീറ്റ ആണെങ്കിൽ ഈ 2 തീറ്റ എന്നുള്ളടത്ത് എന്ത് വന്നു? ഇപ്പം തീറ്റ. അങ്ങനെയാണെങ്കിൽ തീറ്റ എന്നുള്ളടത്ത് എന്ത് വരണം? അതിൻ്റെ പകുതി അല്ലേ. 2 തീറ്റയുടെ പകുതിയാണ് തീറ്റ. അങ്ങനെയാണെങ്കിൽ തീറ്റ എന്നുള്ളടത്ത് എന്ത് എഴുതണം? തീറ്റയുടെ പകുതി എന്ന് പറയുമ്പോൾ തീറ്റ ബൈ 2. അപ്പോൾ സൈൻ തീറ്റ ഈക്വൽ ടു 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ എ ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്ത് എഴുതി? 2 സൈൻ തീറ്റ ബൈ 2 cos theta by 2. അതാണ് 2a sin theta by 2 cos theta by 2. താഴെ a ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ നമുക്ക് എഴുതണം. അതിന് നമുക്കറിയാവുന്ന റിസൾട്ട് കോസ് 2 തീറ്റ എന്ന് പറയുന്നത് 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 ആണ്. കോസ് 2 തീറ്റ ഈക്വൽ ടു 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1. ഈ മൈനസ് 1 ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്ന് വിചാരിക്കും. അപ്പോൾ എന്ത് വരും? പ്ലസ് 1 ആവും അല്ലേ. അപ്പോൾ 1 പ്ലസ് കോസ് 2 തീറ്റ എന്ന് പറയുന്നത് എന്ത് വരും? 2 കോസ് സ്ക്വയർ തീറ്റ. ഇതേ ടൈപ്പിലല്ലേ ഇത് ഉള്ളത്? നോക്കിയേ, 1 പ്ലസ് കോസ് തീറ്റ, ഇത് 1 പ്ലസ് കോസ് 2 തീറ്റ. ഈ ആംഗിൾ മാത്രം പകുതിയായി അല്ലേ. 2 തീറ്റ എന്നുള്ളത് തീറ്റയായി മാറി. അങ്ങനെയാണെങ്കിൽ റൈറ്റ് സൈഡിൽ എന്ത് എഴുതുക? ആംഗിളിൻ്റെ പകുതി എഴുതിയാൽ മതി. അപ്പോൾ 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2. അങ്ങനെയാണ് ഇതെന്ത് വരുന്നത്? 2a എന്ന് പറഞ്ഞാൽ ഇതാണ് a കോസ് സ്ക്വയർ തീറ്റ ബൈ 2. ഇനി നോക്കിയ മുകളിലും താഴെയും 2a വന്നു, അത് ക്യാൻസൽ ചെയ്യാം. അതുകൂടാതെ മുകളിൽ ഒരു കോസ് തീറ്റ ബൈ 2, താഴെ കോസ് തീറ്റ ബൈ 2 ഇൻറ്റു കോസ് തീറ്റ ബൈ 2. അപ്പോൾ ഒരു കോസ് തീറ്റ ബൈ 2 ക്യാൻസൽ ചെയ്താൽ ബാക്കി സൈൻ തീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ബൈ 2, ദാറ്റ് ഈസ് ടാൻ തീറ്റ ബൈ 2 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് dy by dx if x equal to 2at square y equal to a t raised to 4. ഇതിൽ എക്സും വൈയും ടി എന്ന് പറയുന്ന വേരിയബിളിനോടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് dy by dx എന്ത് എഴുതാം? dy by dt ഡിവൈഡഡ് ബൈ dx by dt. അപ്പോൾ നമുക്ക് dy by dt കാണണം, dx by dtയും കാണണം. അപ്പോൾ x ഈക്വൽ ടു 2at സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് 2at സ്ക്വയർ. ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് എക്സ് ഈക്വൽ ടു 2a കോൺസ്റ്റൻ്റ് ആണ് ഔട്ട് സൈഡ് എടുത്താൽ 2a ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ. ഇനി ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി, എക്സ് സ്ക്വയറിൻ്റെത് വിത്ത് റെസ്പെക്ട് ടു എക്സ് 2x,
അപ്പോൾ ടി സ്ക്വയറിൻ്റെത് വിത്ത് റെസ്പെക്ട് ടു ടി എന്തായിരിക്കും 2t. അപ്പോൾ 2a ഇൻറ്റു 2t ദാറ്റ് ഈസ് 4at. ഇനി y ഈക്വൽ ടു a t റേസ് ടു 4 വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി എന്ന് പറയുന്നത് dy/dt ഈക്വൽ ടു a ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടി റേസ് ടു 4. ടി റേസ് ടു 4ൻ്റെത് 4t³ ആണ്. അപ്പോൾ a ഇൻറ്റു 4t³ ഈക്വൽ ടു 4at³. അങ്ങനെയാണെങ്കിൽ dy/dx എന്ന് പറയുന്നത് എഴുതാം dy/dt ഡിവൈഡഡ് ബൈ dx/dt ഈക്വൽ ടു 4at³ ഡിവൈഡഡ് ബൈ 4at. അപ്പോൾ 4a ക്യാൻസൽ ചെയ്യാം, t³ t ഒരു t ക്യാൻസൽ ചെയ്യാം, ബാക്കി t². അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് dy/dx ഇഫ് x ഈക്വൽ ടു a cos theta പ്ലസ് theta sin theta, y ഈക്വൽ ടു a sin theta മൈനസ് theta cos theta. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഫംഗ്ഷൻ ഓഫ് തീറ്റ ആയതുകൊണ്ട് d/d ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ കാണാം. അപ്പോൾ dx/d ഈക്വൽ ടു d/d ഓഫ് a cos theta പ്ലസ് theta sin theta എന്ന് പറയുന്നത് d/d ഓഫ് a cos theta പ്ലസ് theta sin theta. a ഔട്ട്സൈഡ് എടുത്താൽ ഡെറിവേറ്റീവ് ഓഫ് cos theta പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് theta sin theta അല്ല u പ്ലസ് വിയുടെ ഡെറിവേറ്റീവ് ആണ് ഈക്വൽ ടു a ഇൻറ്റു കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ പ്ലസ് ഇത് യു വി ഹോൾ ഡാഷ് എന്നുള്ള ഫോമിലാണ്. യു എന്ന് പറയുന്നത് തീറ്റ, വി എന്ന് പറയുന്നത് സൈൻ തീറ്റ. അപ്പോൾ യു ഇൻറ്റു വി ഡാഷ് എന്ന് പറയുമ്പോൾ തീറ്റ ഇൻറ്റു സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് പ്ലസ് വി ഇൻറ്റു യു ഡാഷ് എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ഇൻറ്റു തീറ്റയുടെ ഡെറിവേറ്റീവ് ഈക്വൽ ടു ഇത് വരും എ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ പ്ലസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു തീറ്റയുടെ ഡെറിവേറ്റീവ് 1. ഇനി ഇതിൽ ബ്രാക്കറ്റിനകത്ത് മൈനസ് സൈൻ തീറ്റയും ക്യാൻസൽ ചെയ്താൽ എ ഇൻറ്റു തീറ്റ കോസ് തീറ്റ. ഇതുപോലെ y ഈക്വൽ ടു എ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് തീറ്റ കോസ് തീറ്റയാണ്. അപ്പോൾ dy/d എന്ന് പറയുന്നത് വരും ഡെറിവേറ്റീവ് ഓഫ് എ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് തീറ്റ കോസ് തീറ്റ. അപ്പോൾ എ ഔട്ട്സൈഡ് എടുത്താൽ ഓരോന്നിൻ്റെയും ഡെറിവേറ്റീവ് കാണണം അല്ലെ, യു മൈനസ് വിയുടെ ഡെറിവേറ്റീവ് എന്നുള്ള ഫോമിലെത്തും. എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ തീറ്റ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് തീറ്റ കോസ് തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ മൈനസ് ഇത് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും, യു ഇൻറ്റു വി ഹോൾ ഡാഷ് ആണ്. അപ്പോൾ യു ഇൻറ്റു വിയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ തീറ്റ ഇൻറ്റു കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് പ്ലസ് കോസ് തീറ്റ ഇൻറ്റു തീറ്റയുടെ ഡെറിവേറ്റീവ് ഈക്വൽ ടു എ ഇൻറ്റു കോസ് തീറ്റ മൈനസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് സൈൻ തീറ്റയാണ്. അപ്പോൾ തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ എന്ന് പറയുന്നത് മൈനസ് തീറ്റ സൈൻ തീറ്റ, പിന്നെ ഈ മൈനസും കൂടുമ്പോൾ പ്ലസ് തീറ്റ സൈൻ തീറ്റ. അടുത്ത കോസ് തീറ്റ ഇൻറ്റു തീറ്റയുടെ ഡെറിവേറ്റീവ് 1, അപ്പോൾ കോസ് തീറ്റ എന്ന് വരും. ഈ മൈനസ് ഇതിനും കൂടിയുള്ളതാണ്, അപ്പോൾ മൈനസ് കോസ് തീറ്റ. ഇനി ഇതിൽ കോസ് തീറ്റയും മൈനസ് കോസ് തീറ്റയും ക്യാൻസൽ ചെയ്താൽ ബാക്കി എ തീറ്റ സൈൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ dy/dx ഈക്വൽ ടു dy/d തീറ്റ ഡിവൈഡഡ് ബൈ dx/d തീറ്റ ഈക്വൽ ടു എ തീറ്റ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ തീറ്റ കോസ് തീറ്റ. എ തീറ്റ എന്നുള്ളത് ക്യാൻസൽ ചെയ്യാം, ബാക്കി സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി, y ഈക്വൽ ടു റൂട്ട് ഓഫ് എ റേസ് ടു കോസ് ഇൻവേഴ്സ് ടി, ഷോ ദാറ്റ് dy/dx ഈക്വൽ ടു മൈനസ് y/x. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. പാരാമെട്രിക് ഫോമിൽ ഇത് ചെയ്യാൻ പറ്റും, അതായത് എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി. എ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി, അതേപോലെ വൈയും ഓൾസോ എ ഫംഗ്ഷൻ ഓഫ് ടി ആണ്. നമുക്ക് dx/dt dy/dt കാണാം, എന്നിട്ട് dy/dt ഡിവൈഡഡ് ബൈ dx/dt, അതാണ് dy/dx വരുന്നത്. അങ്ങനെയാണ് ഒരു മെത്തേഡ്, അത് കുറച്ച് ലെങ്തി ആണ്. അല്ലാതെ നമുക്കിതിനെ ഈ സൈൻ ഇൻവേഴ്സും കോസ് ഇൻവേഴ്സും ഒക്കെ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ. അപ്പോൾ നമുക്ക് സൈൻ ഇൻവേഴ്സ് ടിയും കോസ് ഇൻവേഴ്സ് ടിയും തമ്മിലുള്ള ഒരു റിലേഷനും പഠിക്കുന്നുണ്ട് ആ ചാപ്റ്ററിൽ. സൈൻ ഇൻവേഴ്സ് ടി പ്ലസ് കോസ് ഇൻവേഴ്സ് ടി ഈക്വൽ ടു π/2 എന്ന് പഠിക്കുന്നുണ്ട്.
അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ വേണമെങ്കിൽ അല്ലാതെ പാരാമെട്രിക് ഫോമിലും ചെയ്ത് നോക്കാം. അത് കുറച്ചും കൂടി ലെങ്തിയാണ്. ഇത് നോക്കാം നമുക്ക്. എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി, അതാണ് എക്സ്, ഇൻറ്റു റൂട്ട് ഓഫ് എ റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി, അതാണ് വൈ. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് പറഞ്ഞാൽ എന്താ? എ റൈസ് ടു റൂട്ട് ഓഫ് എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി ഇൻറ്റു എ റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി, എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എം പ്ലസ് എൻ ആണ്. അപ്പോൾ എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി പ്ലസ് കോസ് ഇൻവേഴ്സ് ടി. ഇനി സൈൻ ഇൻവേഴ്സ് ടി പ്ലസ് കോസ് ഇൻവേഴ്സ് ടി എന്താണ്? 5/2. അപ്പോൾ ഇതെന്ത് വരും? റൂട്ട് ഓഫ് എ റൈസ് ടു 5/2 എന്ന് കിട്ടും. അതായത് എക്സ് വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് എ റൈസ് ടു 5/2. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡിലും ഡെറിവേറ്റീവ് കാണാം. ഇപ്പോൾ എന്ത് വരും? ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു, റൈറ്റ് സൈഡിൽ ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ, എ ഒരു കോൺസ്റ്റൻ്റ് ആണ്, 5/2 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എ റൈസ് ടു 5/2 കോൺസ്റ്റൻ്റ് ആയി. അതിൻ്റെ റൂട്ടും ഒരു കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0. ഇനി എക്സ് വൈയുടെ ഡെറിവേറ്റീവ് കാണാൻ പ്രൊഡക്റ്റ് റൂൾ, യു ഇൻറ്റു വിയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന പോലെ യു ഇൻറ്റു വി ഡാഷ് എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ആണ്, വൈ ഇൻറ്റു 1 വൈ ഈക്വൽ ടു 0. നമുക്ക് വേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് ആണ്. അപ്പോൾ എക്സ് ഡി വൈ ബൈ ഡി എക്സ് എന്ത് വരും? ഈ പ്ലസ് വൈ റൈറ്റ് സൈഡിൽ പോകുമ്പോൾ മൈനസ് വൈ, എക്സ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് വൈ. Therefore dy by dx equal to minus y by x.